ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ത്രികോണങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത്. ജ്യാമിതിയുടെ ഭാഗമായി PSC പരീക്ഷകളിൽ സ്ഥിരമായി ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട് ഈ ത്രികോണങ്ങളുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അവിടെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, എങ്ങനെ ആ ചോദ്യങ്ങളെ നമുക്ക് സമീപിക്കാൻ തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഒട്ടും സമയം കളയേണ്ട, നമുക്ക് കാര്യത്തിലേക്ക് പോകാം. സോ ട്രയാങ്കിൾ അല്ലേ, ത്രികോണം. അപ്പോൾ ഒരു ത്രികോണം എന്ന് പറയുമ്പോൾ ഇതാണ് ത്രികോണം. 3 വശങ്ങളുണ്ട് അല്ലേ, 1, 2, 3. അപ്പോൾ ഈ 3 വശങ്ങളുള്ള ഇങ്ങനെയുള്ള രൂപങ്ങളെ നമുക്ക് ത്രികോണം എന്ന് പറയാം. ത്രികോണത്തിന് മറ്റൊരു പ്രത്യേകത 3 കോണുകളുണ്ട് അല്ലേ. ഈ 3 കോണുകൾ, ഈ 3 കോണുകളും കൂടെ കൂട്ടിയാൽ ആംഗിൾ A പ്ലസ് ആംഗിൾ B പ്ലസ് ആംഗിൾ C, ഈ 3 കോണുകളുടെ തുക എപ്പോഴും 180 ഡിഗ്രി ആയിരിക്കും. 3 കോണുകളുടെ തുക എപ്പോഴും എത്രയായിരിക്കും? 180 ഡിഗ്രി. ഒരു ത്രികോണത്തിലെ കോണുകളുടെ അളവുകളുടെ തുക എപ്പോഴും എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ഇനി ത്രികോണങ്ങളുടെ മറ്റൊരു പ്രത്യേകത, ത്രികോണങ്ങൾക്ക് ഒരിക്കലും നമുക്ക് വികർണങ്ങൾ വരയ്ക്കാൻ സാധിക്കില്ല. വികർണം എന്ന് പറഞ്ഞാൽ ഡയഗണൽ. ഒരു സ്ക്വയർ ആണെങ്കിൽ നമുക്ക്, അല്ലെങ്കിൽ ഒരു സ്ക്വയറോ റെക്റ്റാങ്കിളോ ഒക്കെ ആണെങ്കിലും നമുക്ക് ഡയഗണൽ വരയ്ക്കാം. ഡയഗണൽ എന്ന് പറഞ്ഞാൽ വിപരീത ദിശയിലുള്ള കോണുകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന വരയാണ്. സോ ഇങ്ങനെ വരയ്ക്കാം. ഓപ്പോസിറ്റ് സൈഡിലുള്ള കോണുകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ആംഗിൾസിനെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് വരയ്ക്കുന്ന വര, ഇതാണ് ഡയഗണൽ. ത്രികോണത്തിൽ എവിടെ വരയ്ക്കാൻ പറ്റും? ഇപ്പം ഈ കോണിന് ഓപ്പോസിറ്റ് ഉള്ളത് ഇതാണെന്ന് വിചാരിക്കുക. ഇവിടെ ഇങ്ങനെ ഒരു വര വരച്ചാൽ അതൊരു സൈഡായിട്ടല്ലേ പോകത്തുള്ളൂ. അപ്പോൾ ത്രികോണത്തിൽ ഒരിക്കലും നമുക്ക് എന്ത് വരയ്ക്കാൻ പറ്റത്തില്ല? ഡയഗണൽ വരയ്ക്കാൻ പറ്റത്തില്ല. ഇതൊരിക്കൽ ചോദിച്ച ചോദ്യമാണ്. വികർണങ്ങൾ വരയ്ക്കുവാൻ സാധിക്കാത്ത ജാമിതീയ രൂപം ഏത്? ത്രികോണം. കേട്ടോ, അപ്പോൾ അത് ഓർത്തു വെച്ചേക്കാം. ഇനി ത്രികോണങ്ങൾ പല തരത്തിലുണ്ട്. പ്രധാനമായും 3 തരത്തിലുള്ള ത്രികോണങ്ങളെ പറ്റി മനസ്സിലാക്കുക. ഇപ്പം സാധാരണ ഒരു ത്രികോണത്തിൻ്റെ ചുറ്റളവ് എങ്ങനെ കണ്ടുപിടിക്കാം? സാധാരണ ഒരു ത്രികോണത്തിൻ്റെ ചുറ്റളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ വശം പ്ലസ് രണ്ടാമത്തെ വശം പ്ലസ് മൂന്നാമത്തെ വശം എന്ന് പറയുമ്പോൾ A സൈഡ് പ്ലസ് B സൈഡ് പ്ലസ് C സൈഡ്. ഇതാണ് സാധാരണ ഒരു ത്രികോണത്തിൻ്റെ ചുറ്റളവ് എന്ന് നമ്മൾ പറയുന്നത്. സാധാരണ ഒരു ത്രികോണത്തിൻ്റെ വിസ്തീർണം എങ്ങനെ കണ്ടുപിടിക്കാം? സാധാരണ ഒരു ത്രികോണത്തിൻ്റെ വിസ്തീർണം, അല്ലെങ്കിൽ ഒരു മട്ടത്രികോണത്തിൻ്റെ വിസ്തീർണം. ഇനി എന്താണ് ഈ മട്ടത്രികോണം? അത് പറഞ്ഞില്ല. ഇതാണ് മട്ടത്രികോണം. ഒരു കോൺ 90 ഡിഗ്രി ആയിരിക്കും, മറ്റേത് രണ്ടും കൂടെ 90 ഡിഗ്രി ആയിരിക്കും. ഒരു കോൺ 90 ഡിഗ്രി ആയിരിക്കും, മറ്റേത് രണ്ടും കൂടി 90 ഡിഗ്രി ആയിരിക്കും. സോ 90 പ്ലസ് A പ്ലസ് B ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പം ഈ എയും ബിയും കൂടി എത്രയായിരിക്കും? 90 ആയിരിക്കും. അപ്പം ഇങ്ങനെ വരുന്ന ത്രികോണങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മട്ടത്രികോണം. അപ്പോൾ ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഹാഫ് BH, അതായത് 1/2 ഇൻറ്റു ബേസ് ഏരിയ. ഇതാണ് ബേസ് ഏരിയ, ഇതാണ് ഹൈറ്റ് അല്ലെങ്കിൽ ആൾട്ടിറ്റ്യൂഡ് എന്നൊക്കെ നമ്മൾ പറയും അല്ലെ, പാദം ലംബം. സോ ഹാഫ് ഇൻറ്റു പാദം ഇൻറ്റു ലംബം, അതായത് ബേസ് ഇൻറ്റു ഹൈറ്റ്, ബേസ് ഇൻറ്റു ഹൈറ്റ്. സോ ഹാഫ് BH എന്ന ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ഒരു ത്രികോണത്തിൻ്റെ വിസ്തീർണം കണ്ടുപിടിക്കാം. ഇനി ഏതൊക്കെ മറ്റു 2 തരത്തിലുള്ള ത്രികോണങ്ങളെയും കൂടി നമുക്ക് നോക്കാം. അതിൽ ആദ്യം പറയുന്നതാണ് സമഭുജ ത്രികോണം അല്ലെങ്കിൽ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയും. ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ, സമഭുജ ത്രികോണം എന്ന് പറഞ്ഞാൽ എന്താ? സമഭുജം എന്ന് പറയുമ്പോൾ 3 സൈഡും ഈക്വൽ ആയിരിക്കും. ഈ 3 സൈഡും ഈക്വൽ ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ സമഭുജ ത്രികോണം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ചുറ്റളവ് എന്തായിരിക്കും? 3 സൈഡും A ആയിരിക്കത്തില്ലേ. സോ A പ്ലസ് A എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 3A ആയിരിക്കും അല്ലേ. 3A ആയിരിക്കും എന്ത്? സമഭുജ ത്രികോണം, ഈക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ അല്ലെങ്കിൽ സമഭുജ ത്രികോണത്തിൻ്റെ ചുറ്റളവ് 3A ആയിരിക്കും. ഇനി അടുത്ത നമുക്ക് നോക്കുന്നത് ഇതിൻ്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം. സമഭുജ ത്രികോണത്തിൻ്റെ ഏരിയ അല്ലെങ്കിൽ ഈക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം? ഈക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ √3/4A² അല്ലെങ്കിൽ √3A²/4. √3A²/4 എന്നുള്ളതാണ് ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നത്. ഈക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് √3A²/4 എന്ന ഇക്വേഷൻ ഉപയോഗിക്കാം. ഇനി അടുത്ത ത്രികോണമാണ് സമപാർശ്വ ത്രികോണം. സമപാർശ്വ
ത്രികോണം ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറയും. സമപാർശ്വ ത്രികോണം. രണ്ട് വശങ്ങളും രണ്ട് കോണുകളും തുല്യമായിരിക്കും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഐസോസിലസ് ട്രയാങ്കിൾ അല്ലെങ്കിൽ സമപാർശ്വ ത്രികോണം എന്ന് വിളിക്കുന്നത്. അപ്പം ഈ സമപാർശ്വ ത്രികോണത്തിൻ്റെയും ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് പഠിക്കണം. എന്തൊക്കെയാണ്? ചുറ്റളവും ഏരിയയും പഠിക്കണം. ചുറ്റളവ് എന്ന് പറഞ്ഞാൽ എളുപ്പമാണ്. രണ്ട് സൈഡുകൾ തുല്യമായിരിക്കും, ഒരു സൈഡ് വ്യത്യാസമായിരിക്കും. അപ്പോൾ എങ്ങനെ എഴുതാം? നമുക്ക് 2a + b എന്ന് എഴുതാം അല്ലേ? രണ്ട് സൈഡുകൾ തുല്യമാണെങ്കിൽ എയും എയുടെ കൂട്ടുക, പിന്നെ ബിയുടെ കൂട്ടുക. സോ എയും എയുടെ കൂട്ടുമ്പോൾ 2a + b. അപ്പോൾ ചുറ്റളവ് 2a + b. ഇനി ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം? ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചാൽ b/4 × 4a² - b², √4a² - b². സോ b/4 × √4a² - b² എന്ന ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ഐസോസിലസ് ട്രയാങ്കിളിൻ്റെ അല്ലെങ്കിൽ സമപാർശ്വ ത്രികോണത്തിൻ്റെ വിസ്തീർണം നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. സോ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ, ഇനി കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് ഓരോ ചോദ്യങ്ങളുടെ ഇടയ്ക്ക് പറയാം. അപ്പോൾ ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളിലേക്ക് പോകാം. സോ ആദ്യത്തെ ചോദ്യം ഇതാണ്. താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു ത്രികോണത്തിന്റെ വശങ്ങളാകുന്ന അളവുകൾ? ഒരു ത്രികോണത്തിന്റെ വശങ്ങളാകുന്ന അളവുകൾ എന്ന് പറയുമ്പോൾ ചെറുത് രണ്ടുകൂടെ കൂട്ടുമ്പോൾ വലുതിനേക്കാളും കൂടുതലായിരിക്കണം. അതായത് ഈ 3 3 കൂട്ടുമ്പം 6 വലുത് കിട്ടണം. കിട്ടിയോ? ഇല്ല. ഇനി നോക്കിക്കേ, 2 1 കൂട്ടുമ്പോൾ 4 വലുത് കിട്ടണം. 2 1 കൂട്ടുമ്പോൾ 3, 4 വലുത് കിട്ടിയോ? ഇല്ല. 8 5 കൂട്ടുമ്പോൾ 8 5 13, 12 വലുത് കിട്ടണം. കിട്ടി. അടുത്ത നോക്കിക്കേ, 7 6 കൂട്ടുമ്പോൾ 15 വലുത് കിട്ടണം. കിട്ടിയോ? ഇല്ല. അപ്പോൾ ഏതാണ് ആൻസർ? 5 8 12. അപ്പോൾ ചെറിയ രണ്ട് അളവുകൾ തമ്മിൽ കൂട്ടുമ്പോൾ വലിയ അളവിനേക്കാൾ കൂടുതൽ കിട്ടണം. അങ്ങനെയാണെങ്കിലാണ് എന്ത് വരിക? അതൊരു ത്രികോണമായിട്ട് വരിക. ഓക്കെ. സോ 5 8 12. അടുത്ത ചോദ്യം. ഒരു മാറ്റത്രികോണമല്ല കേട്ടോ, മട്ടത്രികോണമാണ്. ടൈപ്പ് ചെയ്തപ്പോൾ പറ്റിപ്പോയതാണ്. ഒരു മട്ടത്രികോണത്തിൻ്റെ ഒരു കോൺ 40 ഡിഗ്രി ആയാൽ മറ്റ് രണ്ട് കോണുകൾ ഏതെല്ലാം? നമുക്കറിയാം മക്കളെ, എന്താണ് മട്ടത്രികോണം എന്ന് പറഞ്ഞാൽ ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇത് 90 ഡിഗ്രിയാണ് അല്ലേ? ഇതിലെ മറ്റ് ഒരു കോൺ 40 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് എത്രയാണ്? 40 ഡിഗ്രിയാണ്. അപ്പോൾ മറ്റേ കോൺ എത്ര ആയിരിക്കും? 50 ഡിഗ്രി ആയിരിക്കും. കാരണം രണ്ടും കൂടെ ചേരുമ്പോൾ 50 ആയിരിക്കും. ഓക്കെ. ഇതിൽ ഒരു കോൺ നമുക്ക് തന്നിട്ടുണ്ട്. ഏതൊക്കെയാ? ഏതാ? 40 എന്നുള്ള കോൺ തന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കി രണ്ടും ഏതൊക്കെയാണ്? 90 ഉം 50ഉം. അങ്ങനെ ഓപ്ഷനിലുണ്ടോ? ഉണ്ട്. ഓപ്ഷൻ സി, 50 and 90. യെസ്. സോ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഒരു ത്രികോണത്തിലെ കോണുകൾ 4:5:3 എന്ന അംശബന്ധത്തിലായാൽ ഏറ്റവും ചെറിയ കോൺ ഏത്? അപ്പോൾ ഒരു ത്രികോണത്തിലെ കോണുകൾ 4:5:3 എന്ന അംശബന്ധത്തിലാണ്. നമുക്കറിയാം ഒരു ത്രികോണത്തിലെ കോണുകളുടെ അളവുകളുടെ തുക എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. അപ്പോൾ ആ 180 ഡിഗ്രിയെ നമ്മൾ ഏത് രീതിയിൽ ഡിവൈഡ് ചെയ്യുന്നു? 180നെ ഏത് രീതിയിൽ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു? 4:5:3 എന്ന അംശബന്ധത്തിൽ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഏറ്റവും ചെറിയ കോൺ എന്ന് പറയുമ്പോൾ റേഷ്യോയിൽ ഏറ്റവും ചെറുതായിരിക്കും, 3 ആയിരിക്കും. അപ്പോൾ 180 ഇൻറ്റു ഈ റേഷ്യോയിൽ അങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. 3 ഡിവൈഡഡ് ബൈ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെ? 3 ഭാഗം 4 5 9 3 12 അല്ലേ? 4 അല്ലെങ്കിൽ 4 3 7 5 12. ഓക്കെ. 3/12. 3/12നെ നമുക്ക് ഒന്നുകൂടെ ചെറുതാക്കരുതോ? 3നെ 3 കൊണ്ട് ഹരിച്ചാൽ 1, 12നെ 3 കൊണ്ട് ഹരിച്ചാൽ 4. സോ ആൻസർ എത്ര? 180 ഡിവൈഡഡ് ബൈ 4. 180 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുമ്പോൾ 180ൻ്റെ പകുതിയുടെ പകുതി എടുക്കുക. 4 കൊണ്ട് ഹരിക്കാൻ പറഞ്ഞാൽ പകുതിയുടെ പകുതി എടുക്കുക. 180ൻ്റെ പകുതി എത്ര? 90. 90ൻ്റെ പകുതി എത്ര? 45 ഡിഗ്രി. അപ്പോൾ ഏറ്റവും ചെറിയ കോൺ ഏതാണ്? 45 ഡിഗ്രി. സോ ആൻസർ എത്ര കിട്ടി മക്കളെ? 45 ഡിഗ്രി. അടുത്ത ചോദ്യം നോക്കാം. ഒരു സമപാർശ്വ ത്രികോണത്തിന്റെ ചുറ്റളവ് 20 സെന്റിമീറ്ററും തുല്യമല്ലാത്ത വശത്തിന്റെ നീളം 8 മീറ്ററുമായാൽ തുല്യ വശങ്ങളുടെ നീളം എത്ര? അപ്പോൾ സമപാർശ്വ ത്രികോണം എന്ന് പറഞ്ഞാൽ ഐസോസിലസ് ട്രയാങ്കിൾ. രണ്ട് സൈഡ് ഈക്വൽ ആയിരിക്കും, ഒരു സൈഡ് ഈക്വൽ അല്ലായിരിക്കും. അപ്പോൾ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ a + b. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അതായത് എയും എയുടെ കൂട്ടിയ 2a. സോ 2a + b ആയിരിക്കും ചുറ്റളവ്. ആ 2a + b നമുക്ക് തന്നിട്ടുണ്ട്. എത്ര മക്കളെ? 20. എന്താ പറഞ്ഞിരിക്കുന്നത്? തുല്യമല്ലാത്ത വശത്തിൻ്റെ നീളം. അപ്പോൾ ഇത് 8 ആണ്. ബി എന്ന് പറയുന്നത് 8 ആണ്. സോ 2a + 8 എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 20 ആയിരിക്കും. അപ്പോൾ 2a എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും? ഈ 8 അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് ചെയ്യണം. 20ൽ നിന്ന് 8 കുറച്ചാൽ എത്ര കിട്ടും? 12.
അല്ലേ? സോ 2a 12 ആണെങ്കിൽ a എത്ര ആയിരിക്കും? 12 ഗുണിച്ചിരിക്കുന്ന 2 ഇപ്പുറത്ത് വരുമ്പോൾ ഹരിക്കുന്നു, എത്ര കിട്ടുന്നു? 6 സെൻറ്റിമീറ്റർ. സോ ആൻസർ എത്ര? 6 സെൻറ്റിമീറ്റർ. ശരിയാണോ? യെസ്, 6 സെൻറ്റിമീറ്റർ. അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. 4 സെൻറ്റിമീറ്റർ, 5 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു ത്രികോണത്തിൻ്റെ വിസ്തീർണം എത്ര? 4 സെൻറ്റിമീറ്റർ, 5 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു ത്രികോണത്തിൻ്റെ വിസ്തീർണം എത്ര? അപ്പം ഈ ത്രികോണത്തിന് എന്തെങ്കിലും ഒരു പ്രത്യേകതയുണ്ടോ? ഉണ്ട്. എന്താണ്? 4, 5, 3. 4ൻ്റെ സ്ക്വയറും 3ൻ്റെ സ്ക്വയറും കൂടെ കൂട്ടിയാൽ 5ൻ്റെ സ്ക്വയർ കിട്ടുമോ? 4ൻ്റെ സ്ക്വയർ 16, 3ൻ്റെ സ്ക്വയർ 9, 5ൻ്റെ സ്ക്വയർ 25 അല്ലേ? അപ്പോൾ എന്താണ്? 4ൻ്റെ സ്ക്വയർ 16, 3ൻ്റെ സ്ക്വയർ 9, 5ൻ്റെ സ്ക്വയർ 25. സോ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു സി സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ്? പൈതഗോറസ് തിയറമാണ്. അപ്പോൾ ഇതെന്താണ്? മട്ടത്രികോണമാണ്. മട്ടത്രികോണത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഹാഫ് ബി എച്ച് അല്ലേ? ഹാഫ് ബി എച്ച് എന്ന് പറയുമ്പോൾ എപ്പോഴും മട്ടത്രികോണത്തിൻ്റെ ഏരിയ നോക്കുമ്പം 3, 4, 5 ആയിരിക്കും അല്ലേ? അപ്പോൾ വലിയ വശം എപ്പോഴും കർണമായിരിക്കും. സോ ഏരിയ എന്ന് പറയുമ്പോൾ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 1/2 ഇൻറ്റു ചെറിയ 2 സൈസുകൾ എടുക്കണം, ചെറിയ 2 വാല്യൂസ് എടുക്കുക. എത്രയാണ്? 4 ഇൻറ്റു 3. അപ്പം ഈ രണ്ടും കൂടെ കട്ട് ചെയ്ത് പോകുന്നു. 3 ഇൻറ്റു 2 6 സെൻറ്റിമീറ്റർ സ്ക്വയർ. എത്രയാണ്? 6 സെൻറ്റിമീറ്റർ സ്ക്വയർ അല്ലേ? അപ്പം ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഇത് ഈ അളവുകൾ നോക്കുക, അളവുകളുടെ ഒരു രീതി നോക്കുക. ആദ്യത്തെ ചെറിയ 2 എണ്ണത്തിൻ്റെ സ്ക്വയർ കൂട്ടുമ്പോൾ വലുത് കിട്ടുന്നു നോക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഹാഫ് ബി എച്ച് എന്ന ഇക്വേഷൻ ഇട്ട് കൊടുക്കുക. കാരണം എന്താണ്? അത് മട്ടത്രികോണമായിരിക്കും. സോ പൈതഗോറസ് തിയറം. സോ ഹാഫ് ബി എച്ച് ഇട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. സോ ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച്. ഇനി ബിയും എച്ചും ഏതാണെന്ന് ചോദിച്ചാൽ ചെറിയ 2 സൈസുകളായിരിക്കും ബിയും എച്ചും എന്ന് പറയുന്നത്. വലുത് ഒരിക്കലും എന്ത് വരത്തില്ല, അത് ഹൈപ്പോട്ടനസ് ആയിരിക്കും കേട്ടോ. ഹൈപ്പോട്ടനസ് ആയിരിക്കും, കർണമായിരിക്കും. അതൊരിക്കലും നിങ്ങൾ ബി ആയിട്ടും എച്ച് ആയിട്ടും എടുക്കരുത്. ഇവിടെ എച്ച് എന്ന് പറയുന്നത് ഹൈപ്പോട്ടനസ് അല്ല, ഹൈറ്റ് ആണ്. ഹാഫ് ബി എച്ച് ആണ്. സോ ഈ എച്ച് എന്ന് പറയുന്നത് ഹൈറ്റ് ആണ്, ഹൈപ്പോട്ടനസ് അല്ലെങ്കിൽ കർണമല്ല. ഓക്കെ. സോ എത്ര കിട്ടും? 6 സെൻറ്റിമീറ്റർ സ്ക്വയർ. എത്രയാണ്? ഓപ്ഷൻ എ. അടുത്ത ചോദ്യം നോക്കാം. 12 മീറ്റർ നീളമുള്ള ഒരു സ്തംഭം, അതിൻ്റെ അടിയിൽ നിന്നും 5 മീറ്റർ അകലെയായി നിലത്തൊരു കുട്ടി അടിച്ചിരിക്കുന്നു. കുട്ടിയല്ല കേട്ടോ, കുറ്റി എന്നാണ് ടൈപ്പ് ചെയ്തപ്പോൾ സംഭവിച്ചു പോകുന്നതാണ്. കുറ്റി അടിച്ചിരിക്കുന്നു. സ്തംഭത്തിൻ്റെ മുകളിൽ നിന്ന് കുറ്റിയുടെ മുകളിലേക്ക് ഒരു കമ്പി കെട്ടണമെങ്കിൽ കമ്പിക്ക് എത്ര മീറ്റർ നീളം വേണം? സോ മക്കളെ, ഇതാണ് 12 മീറ്റർ നീളമുള്ള ആ സ്തംഭത്തിൻ്റെ ചുവട്ടിൽ നിന്നും 5 മീറ്റർ മാറി ഒരു കുറ്റി അടിച്ചു വെച്ചിട്ടുണ്ട്. ആ കുറ്റിയിലേക്ക് ഈ ഈ സ്തംഭത്തിൻ്റെ മുകളിൽ നിന്ന് ഒരു കമ്പി വലിച്ചു കെട്ടണം. കമ്പിയുടെ നീളം എത്ര എന്നാണ് ചോദ്യം. സോ ഇത് 90 ഡിഗ്രി ആയിരിക്കും. സോ ഇത് മട്ടത്രികോണമാണ്, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടനസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടനസ് സ്ക്വയർ. പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ സമം കർണം സ്ക്വയർ എന്ന ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബേസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 5ൻ്റെ സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 12ൻ്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടനസിൻ്റെ സ്ക്വയർ. സോ ഹൈപ്പോട്ടനസ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 5ൻ്റെ സ്ക്വയർ 25, 12ൻ്റെ സ്ക്വയർ 144. സോ എച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എന്തായിരിക്കും? എച്ച് ഇസ് ഈക്വൽ ടു രണ്ടും കൂടെ കൂട്ടുക. എച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 169. സോ എച്ച് ഇസ് ഈക്വൽ ടു 169 റൂട്ട് എത്ര മക്കളെ? 13. സോ ദി ആൻസർ ഇസ് 13 മീറ്റർ. 13 മീറ്റർ. ശരിയാണോ? യെസ്. സോ അടുത്ത ചോദ്യം. ഒരു സമപാർശ്വ മട്ടത്രികോണത്തിൻ്റെ തുല്യവശങ്ങളിൽ ഒന്ന് 12 സെൻറ്റിമീറ്റർ ആണ്. ഈ സമപാർശ്വ മട്ടത്രികോണത്തിൻ്റെ വശങ്ങൾ തമ്മിലൊരു റേഷ്യോ ഉണ്ട്, 1:1:√2 എന്നാണത്. അപ്പം ഇതിൽ എന്താ പറയുന്നത്? തുല്യവശങ്ങളിൽ ഒന്ന് 12 ആണ്. അപ്പം ഇത് 12 ആണെങ്കിൽ റേഷ്യോ അനുസരിച്ച് ഇതും 12 ആയിരിക്കും. സോ √2 എന്ന് പറഞ്ഞാൽ 1 × √2 അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? 12 × √2. 12 √2 എന്ന് ആൻസർ കിട്ടും. സോ 1:1:√2 ആണ് എന്തിൻ്റെ റേഷ്യോ? സമപാർശ്വ മട്ടത്രികോണത്തിൻ്റെ വശങ്ങൾ തമ്മിലുള്ള റേഷ്യോ എത്ര ആയിരിക്കും? 1:1:√2 ആയിരിക്കും. അതിൽ തുല്യവശങ്ങളിൽ ഒന്ന് 12 ആണെങ്കിൽ തുല്യമല്ലാത്ത വശം ഏതെന്ന് ചോദിച്ചാൽ 12 √2 ആയിരിക്കും. അടുത്ത ചോദ്യം.
ഒരു സമഭുജ ത്രികോണത്തിന്റെ ഒരു വശം 4 സെന്റിമീറ്റർ ആയാൽ വിസ്തീർണം എന്ത്? സമഭുജ ത്രികോണത്തിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നത് നമ്മൾ പറഞ്ഞു അല്ലേ. സമഭുജ ത്രികോണത്തിന്റെ ഒരു വശത്തെ എ ആയിട്ട് എടുത്താൽ അതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? √3a²/4 ആയിരിക്കും. അപ്പോൾ ഇവിടെ √3 × a² എന്ന് പറയുമ്പോൾ ഒരു വശം എത്ര എന്നാണ് പറഞ്ഞിരിക്കുന്നത്? 4 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 × 4 ഡിവൈഡഡ് ബൈ എത്രയാണ്? 4. അപ്പോൾ ദാ ഈ 4ഉം ഈ 4ഉം അങ്ങ് കട്ട് ചെയ്ത് പോകുന്നു. എന്നിട്ട് നമുക്ക് എത്ര കിട്ടും? 4 × √3 എന്ന് പറയുമ്പോൾ 4√3. സോ ആൻസർ എത്ര മക്കളെ? 4√3 ഓപ്ഷൻ എ. ശരിയാണോ? അതെ, യെസ്. സോ ട്രയാങ്കിൾ അല്ലെങ്കിൽ ത്രികോണവുമായി ബന്ധപ്പെട്ട് PSC സ്ഥിരമായി ആവർത്തിച്ച് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ചെയ്ത ഒരു ചെറിയ വീഡിയോയാണ് ഇത്. ഇനി ഇതുപോലെയുള്ള കൂടുതൽ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മറ്റൊരു വീഡിയോയും കൂടി ചെയ്യാം. അപ്പോൾ ഇനിയും ഇതുപോലെ ഓരോ ഷേപ്പുകളെ വെച്ചുകൊണ്ടുള്ള റെക്റ്റാങ്കിൾ, സ്ക്വയർ, അങ്ങനെയുള്ള ഓരോ ഷേപ്പുകളെ 2D 3D എല്ലാം വെച്ചുകൊണ്ട് ഒരു വീഡിയോ സീരീസ് ചെയ്യാനായിട്ട് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള വീഡിയോസ് അടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ മക്കളെ. നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിലൂടെ കാണാം.